ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനും ജമീനെ മാത്രമേ ഉള്ളൂ അല്ലേ. ഞങ്ങളൊരു ഇവള് കുറേ നേരമായിട്ട് വൈകുന്നേരം മുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പുറത്തു പോയി ഫുഡ് കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എനിക്കും ജീനയ്ക്കും ഒട്ടും മൂട്ടുണ്ടായില്ല. അപ്പോൾ പക്ഷെ പിന്നെ പാവം തോന്നി, അങ്ങനെ അതെ പോവാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ, സിസ്റ്റേഴ്സ് ഡേ ഔട്ട് അല്ല നൈറ്റ് ഔട്ട്. ഇവിടെ പിന്നെ സ്വസ്ഥമായിട്ട് കഴിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ എതിലിനും കൂട്ടിയില്ല, എതിലിനും ഇല്ല, വേറെ ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. എന്തായാലും പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കാണിച്ചു തരാമെന്ന് വെച്ചു. ഒരു സിസ്റ്റേഴ്സ് നൈറ്റ് ഔട്ട് വീഡിയോ ആക്കാമെന്ന് വെച്ചു. അപ്പോൾ അതെ ഞങ്ങൾ ഇറങ്ങുവാണ്. ഇറങ്ങട്ടെ. എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ്? ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. എനിക്ക് ഫോട്ടോയിൽ കുറച്ച് ബീച്ച് ഫോട്ടോഗ്രാഫിക്കൊക്കെ വേണ്ടി ഓർഡർ ചെയ്തതായിരുന്നു, പക്ഷെ നടന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ വേറെ ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ മുമ്പത്തെ ഏതൊരു വീഡിയോയിൽ ഞാൻ കുറേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ട്രിപ്പ് ക്യാൻസലായി കഴിഞ്ഞു. അപ്പം അതിനു വേണ്ടി ഇപ്പോൾ ഇടാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് എനിക്ക് എന്തായാലും ഭയങ്കര കംഫർട്ടബിളാണ്. കാര്യം നമ്മുടെ ഷേപ്പും സൈസും ഒന്നും ബോധർ ചെയ്യണം. ഭയങ്കര ഒരു ഫ്രീ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റ്. ഭയങ്കര ഇഷ്ടമായി. വീഡിയോയിൽ എങ്ങനെ കാണുന്നു എന്ന് എനിക്കറിയില്ല. ഈ നമ്മുടെ ഫേസിലൊക്കെ ഭയങ്കര ഒരു മാച്ചിങ് ആയിട്ടുള്ളൊരു കളർ. ഈ കളർ ശരിക്കും പറഞ്ഞാൽ ഡാർക്ക് നേവി ബ്ലൂ കളറാണ്. നല്ല അടിപൊളി അല്ലേ? അപ്പോൾ ഒരു ഓവർലാപ്പ് നെക്കാണ്. മൊത്തത്തിൽ അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ലേറ്റ് ആക്കുന്നില്ല, ഞാൻ ഇറങ്ങാം. ഓക്കെ, അപ്പോൾ ഇറങ്ങട്ടെ. ഇതിരിക്കും സമയത്ത് എന്നാണ് എങ്ങനെയുണ്ട്? ഞാൻ ജീനയിൽ നിന്ന് വെജിറ്റേറിയൻ ആയി കഴിച്ചു. മുമ്പ് ഇനി ശബദം ചെയ്തു പോരുത്. ഞാൻ പറഞ്ഞില്ല, അത് വെറും വാക്ക്. അങ്ങനെ അത് പോകലുണ്ടോ? ചാനലിൽ പേര് ഐലൻഡ് ഓഫ് ബി. ഹായ് ഭാഷ, ആളെ മനസ്സിലായോ? ലക്ഷദ്വീപ്കാരി അല്ല, ലക്ഷദ്വീപ്കാരി യൂട്യൂബ് ചാനൽ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചാനൽ ലിങ്ക് ഇടാം. ഏതായാലും വന്നപ്പോൾ കണ്ടതാണ്. ബൈ എന്നാ, ബൈ. അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങി. ഇത് ഡിക്കിയിലിട്ടു. കഴിച്ചിട്ട് കൊണ്ടുവരല് നാളെ നാളെ ഇറങ്ങി കഴിഞ്ഞപ്പോ നല്ല മഴ. ഗൈസ് എവിടെ പോന്ന്? മഴ എത്തി.
ഇല്ല. പറഞ്ഞു മാറാ നാക്ക് ഹാപ്പിനെസ് കിട്ടേണ്ട കാര്യം തന്നെ അതെന്താ ലൈബ്രറിയിൽ പോയിട്ടുണ്ടായിരുന്നു. സ്പെഷ്യലായിട്ട് ഞാനൊരു ബുക്ക് എടുത്തില്ലേ, ആ പേര് ഇമ്പോർട്ടൻസ് ഓഫ് ടൈം. അത് മോശം. മഴ കഴിഞ്ഞു കേട്ടോ. പോയാലോ? എവിടെ കൊണ്ട് നമ്മള് അതിന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കുമ്പോ കഴിച്ചോണ്ടിരിക്കുമ്പോ നമ്മുടെ ലക്ഷദ്വീപുകാരി ബ്ലോഗർ ഇല്ലേ, ആളെ കണ്ടായിരുന്നു, ബഹിജ. ഒരുപാട് താങ്ക്സ്. ആളുടെ ഫെയർവെല്ലിന്റെ ഒരു ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ ഒരുപാട് യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സും കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം. എനിക്ക് എൻ്റെ ഒരു യൂട്യൂബ് ജേർണിയിലേക്ക് ഹെൽപ്ഫുൾ ആക്കാനുള്ള കുറേ ഇൻഫർമേഷൻ ആളുടെ കയ്യിലുണ്ട്. പിന്നെ മോണറ്റൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ബിഗ് താങ്ക്സ് ടു ലക്ഷദ്വീപ് കാരി ബഹിജ. അപ്പോൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ താങ്ക് യു സോ മച്ച്. ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു, അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. നമുക്ക് അങ്ങനെ സംസാരിക്കാനും പറ്റിയില്ല. സംസാരിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം യെസ്, താങ്ക് യു സോ മച്ച്. എന്തായാലും നമ്മൾ ഇറങ്ങിയാലോ? അതെന്നെ സംഭവം. ഓക്കെ, ഇതെന്നെ മറ്റുള്ള പറയേണ്ടത്. യൂസ് ചെയ്ത് കുഞ്ഞിപ്പാക്ക് ഞങ്ങൾക്ക് അതിനുവേണ്ടി യൂസ് ചെയ്തില്ല. ഞാൻ യൂസ് ചെയ്യും കേട്ടോ, ഞാൻ യൂസ് ചെയ്യും. എന്നത് കടലവും നാക്കില് ഞാൻ ശരിക്കെടുക്കാൻ തന്നെ ഒരു ക്രീമാണ്. എടുത്തോട്ടെ. ഒരു ഹായ് ചൊല്ല്. പിന്നല്ലാണ് അത് എൻ്റെ കൂടെ KV-യിലുണ്ടായിരുന്നു. പിന്നെ ഇത് രണ്ടും ഇതിൻ്റെ പിന്നാലെ ചുറ്റി നടക്കുന്ന ഏതെങ്കിലും ഒന്ന് എടുത്തിട്ടേ പോവുള്ളൂ. ജീന ഇപ്പൊ കൊറേ കാലമായിട്ട് കളർഫുള്ളിന്റെ പിറകെയാണ് ഗൈസ്. ഇവിടെ ഒരാളുണ്ടായിരുന്നല്ലോ. എവിടെ രണ്ട് വൈറ്റ്. അപ്പൊ ഞങ്ങള് ഒരു ലോഡ് സാധനമൊക്കെ മേടിച്ചിട്ട് ഇറങ്ങുവാണ്. ഞാൻ ഇതിന്റെ ഹോൾ വീഡിയോ ചെയ്യാട്ടോ ജീന, ഞാൻ ഇതിന്റെ ഹോൾ കൂടി ചെയ്യാം. അപ്പൊ എന്തായാലും ഇവിടെ തുടങ്ങി ഇതേ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് തന്നെയല്ലേ? താങ്ക് യു ഫോർ കമ്മിങ്. ഹായ് ഹലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വാങ്ങിച്ച സാധനങ്ങളുടെ ഒരു ഹോൾ വീഡിയോ കൂടി കാണിച്ചു തരാമെന്ന്. സംഭവം കുറേ സ്കിൻ കെയർ സംഭവങ്ങളൊക്കെയാണ്. ഞാൻ പ്ലാൻ ചെയ്ത് പോയിട്ട് ജസ്റ്റ് എൻ്റെ ക്രീം തീർന്നിട്ടുണ്ടായിരുന്നു, അത് മേടിക്കാനാണ്. പക്ഷെ എപ്പോൾ പോയി കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്.
അപ്പോൾ ഫസ്റ്റ് മേടിച്ചത് ഒലയുടെ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോയിങ് റേഡിയൻസ് ക്രീം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമാണ്. പിന്നെ ഇത് ഫേഷ്യൽ റേസർ. എനിക്ക് ഈ സെയിം 3 കളറുള്ള റേസർ ഉണ്ട്, പക്ഷെ അതിൻ്റെ മൂർച്ച പോയിട്ടുണ്ട്. ആ ഷാർപ്നെസ് പോയപ്പോൾ പുതിയൊന്ന് കിട്ടി, അത് മേടിച്ചു. ശരിക്കും അത്യാവശ്യമുള്ളൊരു സംഭവമാണ്. പിന്നെ ഉള്ളത് ഒരു ഹെയർ സീറം, ദെൻ ഒരു ഹെന്ന പൗഡർ. ഇതെനിക്കൊരു ഹെന്ന പാക്ക് ചെയ്യാൻ വേണ്ടി. അതേപോലെ ഒരു ബീട്രൂട്ട് പൗഡർ. കുറേ ഈ സ്കിൻ കെയർ വീഡിയോസിലൊക്കെ ഇപ്പം റീസെൻ്റ്ലി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ കുറേ വീഡിയോ റെഫർ ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ഹെയർ ബുഷാണ് ഇത്, ഹെയർ ബാൻഡായിട്ട് 2 ഒരു സ്പ്രിങ് ടൈപ്പ് ഇല്ലേ, സ്പ്രിങ് ടൈപ്പാണ്. അത് ഇട്ടു, അത് വാങ്ങിച്ചു 2 കളറ്. പിന്നെ ഒരു ഗാർണിയറിൻ്റെ വൈറ്റമിൻ സി BB ക്രീം. BB ക്രീം ഞാൻ ഡെയിലി യൂസ് ചെയ്യാറില്ല, ഇപ്പോൾ കുറേ കാലമായി യൂസ് ചെയ്തിട്ട്. പക്ഷേ എവിടെയെങ്കിലും ഒരു മുഖം ഒക്കെ ഒരു ഡള്ളായിട്ട് തോന്നുന്ന സമയത്ത് BB ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഇൻസ്റ്റൻറ്റ് ഫ്രഷ്നെസ് കിട്ടുന്ന പോലെയുണ്ട്. പിന്നെ കുറേ ഷീറ്റ് മാസ്ക് മേടിച്ചിട്ടുണ്ട്. മാമ എർത്തിൻ്റെ ബാംബു ഷീറ്റ് മാസ്ക്. പിന്നെ ഡോക്ടർ റഷ്യലിൻ്റെ കുറേ, ഇതിപ്പോൾ ഡീപ്പ് ക്ലെൻസിൻ്റെ സ്കിൻ ഓയിൽ എന്ന് പറഞ്ഞൊരു ഇത്. പിന്നെ വേറെ ഡീടാൻ മാസ്ക്. അങ്ങനെ 4 എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഈ ഷീറ്റ് മാസ്ക് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലുമൊക്കെ കുറച്ച് ടാൻ അടിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. നൈറ്റ് സ്കിൻ കെയറിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ഉള്ളത് വീണ്ടും ഒരു ബീട്രൂട്ട്. ഇത് ജമീനയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ, ആൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു ലിപ് ബാം സംഭവം പറഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ടിൻഡാണ്, ലിപ് ടിൻഡാണ്. ഇത് കുറച്ച് ഹാർഡായതുകൊണ്ട് എനിക്ക് എടുക്കാനും പറ്റുന്നില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ വീണ്ടും ഡോക്ടർ റഷ്യൽ ഒരു ഒരു ലിപ് ബാമാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇത് മേടിച്ച സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു നൈറ്റ് ഔട്ടിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ please do like, share and subscribe. Please share your suggestions for my upcoming videos. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. Bye bye and take care.